പ്രശസ്തരും സമ്പന്നരുമായിരുന്നു ആഴുവാഞ്ചേരി തമ്പ്രാക്കൾ. ഇഷ്ടം പോലെ സമ്പത്തും കൃഷിക്ക് നിലങ്ങളും പുരയിടങ്ങളുമൊക്കെയുള്ള തമ്പ്രാക്കൾക്ക് അനേകം കന്നുകാലികളുമുണ്ടായിരുന്നു. തമ്പ്രാക്കളുടെ ഇല്ലത്തിന് സമീപം മംഗലത്ത് എന്നൊരു നായർ തറവാടുണ്ടായിരുന്നു. അവിടുത്തെ ശങ്കരൻ നായർ എന്നൊരാളാണ് കന്നുകാലികളെ മേയ്ക്കാൻ ചുമതലയേറ്റിരുന്നത്. പഠിപ്പും ബുദ്ധിയുമില്ലാത്ത ശങ്കരൻ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ എണ്ണമില്ലാത്തത്ര പശുക്കളാണ് ഇല്ലത്തുണ്ടായിരുന്നത്. ഇവയെ മുഴുവൻ ശങ്കരൻ വേണം മേയ്ക്കാൻ കൊണ്ടുപോകാൻ. വൈകുന്നേരം അവയെ മടക്കിക്കൊണ്ടുവന്ന് തൊഴുത്തിൽ കെട്ടുന്നതുവരെ യാതൊരു വിശ്രമവുമില്ലാത്ത പണിയായിരുന്നു ശങ്കരന്. ഇല്ലത്ത് 5-6 തൊഴുത്തുകളുണ്ട്. രാവിലെ മേയ്ക്കാനായി അഴിച്ചുവിട്ടു കഴിഞ്ഞാൽ കന്നുകാലികൾ ഒറ്റപ്പോക്കാണ്. ശങ്കരൻ വിളിച്ചാലും പറഞ്ഞാലുമൊന്നും കന്നുകാലികൾ അനുസരിക്കാറില്ല. പല വഴിക്ക് പോകുന്ന പശുക്കളെ കണ്ടുപിടിക്കാനും മടക്കിക്കൊണ്ടുവരാനും അയാൾ പെടുന്ന പാട് ചില്ലറയല്ല. ഒരു ദിവസം കന്നുകാലികളെ തീറ്റിക്കൊണ്ട് നടക്കുമ്പോൾ അതിലൊരെണ്ണം മറ്റൊരിടത്തേക്ക് തിരിഞ്ഞു നടന്നു. ശങ്കരൻ വിളിച്ചിട്ടും പറഞ്ഞിട്ടുമൊന്നും ആ പശു കേട്ടതായി പോലും ഭാവിച്ചില്ല. ശങ്കരനു ദേഷ്യം വന്നു. കയ്യിലിരുന്ന വടി കൊണ്ട് അയാൾ ഒറ്റയടി വെച്ചു കൊടുത്തു. അടികൊണ്ട് പശു തൽക്ഷണം വീണ് ചത്തു. മർമ്മസ്ഥാനത്തടി കൊണ്ടതാണെന്ന് ശങ്കരന് മനസ്സിലായി. പശു ചത്തുപോയതിൽ ശങ്കരന് വിഷമമൊന്നും തോന്നിയില്ല. ഒന്ന് ചത്തപ്പോൾ അത്രയും ബുദ്ധിമുട്ട് കുറഞ്ഞു എന്നാണ് അയാൾക്ക് തോന്നിയത്. പശുവിന് അടികൊണ്ട ഭാഗം ശങ്കരൻ കൃത്യമായി നോക്കിവെക്കുകയും ചെയ്തു. അതിനുശേഷം പറഞ്ഞാൽ കേൾക്കാത്ത പശുവിനെ മർമ്മസ്ഥാനം നോക്കിയേ ശങ്കരൻ അടിക്കൂ. അടികൊണ്ടാലുടൻ പശു വീണ് ചാകും. അങ്ങനെ കുറച്ചു കാലം കടന്നുപോയി. പശുക്കളിൽ ഒട്ടുമുക്കാലും അടികൊണ്ട് ചത്തു. പശുവിൻ്റെ എണ്ണം വളരെ കുറഞ്ഞതിനാൽ ശങ്കരന് ബുദ്ധിമുട്ടുമില്ലാതായി. ആയിടയ്ക്കൊരു ദിവസം ആഴുവാഞ്ചേരി തമ്പ്രാക്കൾ തൻ്റെ കാലികളെല്ലാം നന്നായിരിക്കുകയാണോ എന്ന് പരിശോധിക്കാനായി തൊഴുത്തുകളിൽ വന്നു നോക്കി. ഒട്ടെല്ലാ തൊഴുത്തുകളും ശൂന്യമായിരിക്കുന്നതും ഒരു തൊഴുത്തിൽ മാത്രം 5-6 പശുക്കൾ നിൽക്കുന്നതും കണ്ട് തമ്പ്രാക്കൾ ശങ്കരനെ അടുത്തു വിളിച്ചു. നമ്മുടെ കന്നുകാലികളൊക്കെ എവിടെ? ശങ്കരൻ അത്ര ഗൗരവമുള്ളതല്ലാത്ത മട്ടിൽ മറുപടി നൽകി. ആരായാലും അങ്ങനെയിരിക്കും. കന്നുകാലികളായാലെന്താ, അല്പം വകതിരിവ് വേണ്ടേ? പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഇങ്ങനെയിരിക്കും. അടിയനോട് കളിച്ചതിൻ്റെ ഫലമാ തമ്പ്രാനെ ഇത്. നീ എന്താ ശങ്കര പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ കന്നുകൾ എവിടെയെന്നാ ഞാൻ ചോദിച്ചത്. അവയൊക്കെ അധിക പ്രസംഗികളായിരുന്നു തമ്പ്രാനെ. പറഞ്ഞാൽ കേൾക്കുന്നതായി അവയിലൊന്നുമില്ലായിരുന്നു. എനിക്കറിയേണ്ടത് പശുക്കൾ എവിടെയെന്നാ. തമ്പ്രാനെ കൂപിഷ്ടരായി. അവയെല്ലാം ചത്തുപോയി. അയ്യോ, അതെങ്ങനെ? പറഞ്ഞാൽ കേൾക്കാത്ത പശുക്കളെ അടിയൻ വടികൊണ്ട് ഒരടിയടിക്കും. പശുക്കൾ വീണ് ചാകും. അവയെല്ലാം അസത്തുക്കളായിരുന്നു. തെക്കോട്ടു പോകാൻ പറഞ്ഞാൽ വടക്കോട്ടു പോകും. അങ്ങനെയുള്ള പശുക്കളെ നമുക്ക് വേണ്ട. നിസ്സാരഭാവത്തിൽ ശങ്കരൻ പറഞ്ഞത് കേട്ട് ആഴുവാഞ്ചേരി തമ്പ്രാക്കൾ കണ്ണു തുറിച്ചുപോയി. അയ്യോ മഹാപാപി, നീ ചതിച്ചല്ലോ. മുതൽ പോയെങ്കിൽ പോട്ടെയെന്ന് സമാധാനിക്കാം. ഈ മഹാപാപമെല്ലാം നീ വലിച്ചു തലയിൽ കയറ്റിയില്ലേ? ഇതിന്റെ ഒരംശം നമ്മുടെ തറവാട്ടിലേക്കുമായി. നീ ഇനി എത്ര കാലം നരകം അനുഭവിച്ചാൽ ഈ പാപമെല്ലാം തീരും? ഇത് വലിയ കടുങ്കൈയായിപ്പോയി. തമ്പ്രാക്കളുടെ വാക്കുകൾ കേട്ടപ്പോൾ ശങ്കരൻ പരിഭ്രമിച്ചുപോയി. താൻ കടുത്ത അപരാധമാണ് ചെയ്തിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. അയ്യോ, അടിയൻ ഇതൊന്നും വിചാരിച്ചല്ല പശുക്കളെ അടിച്ചത്. അടിയനൊന്നും അറിയാനും വയ്യേ. പാപമെന്ന് പറഞ്ഞാൽ എന്താ പമ്പാനെ? നിഷ്കളങ്കനായ ശങ്കരൻ ചോദിച്ചു. വിദ്യാഹീനനായ ശങ്കരൻ പാപമെന്നോ പുണ്യമെന്നോ കേട്ടിരുന്നില്ല. സ്വർഗവും നരകവും എന്താണെന്നും അയാൾക്കറിയില്ലായിരുന്നു. അതു മനസ്സിലാക്കിയ തമ്പ്രാക്കൾ പാപപുണ്യങ്ങളെയും സ്വർഗനരകങ്ങളെയും കുറിച്ച് വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. ഓരോരോ നരകങ്ങളെയും അവിടെ എത്തിപ്പെട്ടാലുള്ള കഷ്ടാനുഭവങ്ങളുടെയും വിവരണങ്ങൾ കേട്ടപ്പോൾ ഭയവും ദുഃഖവും മൂലം ശങ്കരൻ നിലവിളിക്കാൻ തുടങ്ങി. ശങ്കരൻ മൂഢനായിരുന്നുവെങ്കിലും ആഴുവാഞ്ചേരി തമ്പ്രാക്കളെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളെയും അങ്ങേയറ്റം വിശ്വാസമായിരുന്നു. അദ്ദേഹത്തോടുള്ള ഭക്തിയും വാക്കുകളിലുള്ള ദൃഢവിശ്വാസവും നിമിത്തം താൻ ചെയ്തതെല്ലാം കടുത്ത പാതകങ്ങളായിരുന്നുവെന്ന് അന്നാദ്യമായി അയാൾക്ക് മനസ്സിലായി. തമ്പ്രാനെ, അടിയൻ പാപമാണ്. എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതടിയൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ്. ഇനി ഈ മഹാപാപം തീരാൻ വല്ല വഴികളുമുണ്ടോ? അടിയൻ എന്തു ചെയ്താൽ
ഈ മഹാപാപം തീരും. അതുകൂടി അവിടെ നരുളി ചെയ്യണം. ശങ്കരന്റെ ദീനമായ നിലവിളി തമ്പ്രാക്കളെ ആർദ്രഹൃദയനാക്കി. ഈ മഹാപാപം തീരാൻ ഗംഗാസ്നാനമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. എന്നാൽ പാപം തീരുമോ തമ്പ്രാനെ? അതിനും സംശയമോ? കാശിയിൽ പോയി ഗംഗാസ്നാനവും വിശ്വനാഥ ദർശനവും കഴിച്ചാൽ തീരാത്ത പാപമില്ല, തമ്പ്രാക്കൾ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ അടിയൻ ഇപ്പോൾ തന്നെ യാത്രയാവുകയാണ്. ഇനി ഈ പാപം തീർത്തിട്ടല്ലാതെ മറ്റൊരു കാര്യവുമില്ല. തമ്പ്രാക്കളുടെ വാക്കുകൾ വേദവാക്യങ്ങളായി കരുതി ശങ്കരൻ അദ്ദേഹത്തെ ഭക്തിപൂർവം വണങ്ങിയിട്ട് കാശിക്കു യാത്രയായി. കാശിയിലെ വിശ്വനാഥനോട് അവിടെ വസിക്കുന്ന പാർവതീദേവി ഒരു സംശയം ചോദിച്ചു. അല്ലയോ ഭഗവാനെ, ഗംഗാസ്നാനം ചെയ്യുന്നവരെല്ലാം പാപവിമുക്തരായി മോക്ഷത്തെ പ്രാപിക്കുമെന്നാണല്ലോ പറയുന്നത്. എണ്ണമില്ലാത്തത്ര ആളുകൾ ഇവിടെ വന്ന് സ്നാനം കഴിച്ചിട്ട് പോകുന്നുണ്ട് താനും. ഇവർക്കുമെല്ലാം മോക്ഷം ലഭിക്കുമോ? ശ്രീ പാർവതിയുടെ ചോദ്യം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീ പരമേശ്വരൻ പറഞ്ഞു, ഒരിക്കലുമില്ല. ഭക്തിയും വിശ്വാസവുമാണ് പ്രധാനം. ഇവയുണ്ടെങ്കിലല്ലാതെ മോക്ഷപ്രാപ്തി ഉണ്ടാവില്ല. ഇത് രണ്ടുമുള്ളവർ ഇക്കാലത്ത് ചുരുക്കമാണ്. ഇവയില്ലാതെ ഗംഗാസ്നാനം ചെയ്തതുകൊണ്ട് യാതൊരു ഫലവുമില്ല. അതു വേണമെങ്കിൽ നാളെ ഞാൻ ബോധ്യപ്പെടുത്തി തരാം. ഭഗവാനും ഭഗവതിയും ഇങ്ങനെ സംഭാഷണം നടത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ആഴുവാഞ്ചേരി തമ്പ്രാക്കളുടെ വേലക്കാരനായ ശങ്കരൻ കാശിയിലെത്തിച്ചേർന്നത്. ധാരാളം ആളുകൾ അവിടെ ഗംഗാസ്നാനം നടത്തുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ശങ്കരനും ഗംഗാസ്നാനം തുടങ്ങി. ഈ സമയത്ത് ഭഗവാൻ വിശ്വനാഥൻ വൃദ്ധബ്രാഹ്മണന്റെയും ശ്രീ പാർവതി ഒരു ബ്രാഹ്മണ സ്ത്രീയുടെയും വേഷം ധരിച്ച് ഗംഗാതീരത്തു വന്നു. അദ്ദേഹം വിറച്ചാണ് നടന്നിരുന്നത്. നദിയിലേക്കിറങ്ങാനായി ഭാവിച്ചപ്പോൾ ആ വൃദ്ധബ്രാഹ്മണൻ കാൽ തെറ്റി വെള്ളത്തിൽ വീണു. അവിടെ വെള്ളത്തിൽ കിടന്നു മുങ്ങുകയും പൊങ്ങുകയും ചെയ്തു. അദ്ദേഹം വെള്ളം കുടിച്ചു മരിച്ചു പോകുമെന്ന് തന്നെ നോക്കി നിന്നവർ കരുതി. അപകടം മനസ്സിലാക്കി ആ ബ്രാഹ്മണ സ്ത്രീ ഉറക്കെ നിലവിളിച്ചു, അയ്യോ, എന്റെ ഭർത്താവ് വെള്ളം കുടിച്ച് ചാവാൻ പോകുന്നേ! അദ്ദേഹത്തിന് നീന്തലറിഞ്ഞുകൂടാ. ആരെങ്കിലും അദ്ദേഹത്തെ പിടിച്ചു കയറ്റി രക്ഷിക്കണേ! വൃദ്ധ ബ്രാഹ്മണ സ്ത്രീയുടെ വാവിട്ടുള്ള നിലവിളി കേട്ട് ഗംഗയിൽ സ്നാനം ചെയ്തുകൊണ്ട് നിന്ന ജനങ്ങളെല്ലാം അങ്ങോട്ട് ഓടിയടുത്തു. ആ കൂട്ടത്തിൽ ശങ്കരനുമുണ്ടായിരുന്നു. എല്ലാവരും അടുത്തു ചെന്നപ്പോൾ ബ്രാഹ്മണ സ്ത്രീ വീണ്ടും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, പാപം തീരാത്തവരാരും എന്റെ ഭർത്താവിനെ തൊടരുതേ. പാപമുള്ളവർ തൊട്ടാൽ അദ്ദേഹം അപ്പോൾ മരിച്ചുപോകും. ആ വാക്കുകൾ എല്ലാവരെയും ഒന്ന് പിന്തിരിപ്പിച്ചു. ഗംഗാസ്നാനം നടത്തിയെങ്കിലും പാപം തീർന്നുവെന്ന് എങ്ങനെ ഉറപ്പിക്കുമെന്നായി അവരുടെ ചിന്ത. നമ്മൾ നിമിത്തം ഒരു ബ്രാഹ്മണൻ മരിക്കാനിടയാവുന്നത് കഷ്ടമല്ലേ? അതുകൊണ്ട് നമ്മൾ തൊടേണ്ട. ഇങ്ങനെയുള്ള വിചാരത്തോടെ ആരും ബ്രാഹ്മണനെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നില്ല. അപ്പോൾ ശങ്കരൻ മനസ്സിൽ കരുതി, ഗംഗാസ്നാനം ചെയ്തു കഴിഞ്ഞാൽ സകല പാപവും തീരുമെന്നാണല്ലോ എന്റെ തമ്പ്രാൻ പറഞ്ഞത്. ഞാൻ ഗംഗാസ്നാനം ചെയ്തു കഴിഞ്ഞു, സംശയിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ശങ്കരൻ വേഗം വെള്ളത്തിലേക്കിറങ്ങി. മുങ്ങിത്താഴാൻ തുടങ്ങിയ വൃദ്ധ ബ്രാഹ്മണനെ പിടിച്ചു കരയ്ക്കു കയറ്റി. അവർ നന്ദി സൂചിപ്പിച്ചുകൊണ്ട് നടന്നുപോയി. അപ്പോൾ ഭഗവാൻ ഭഗവതിയോട് പറഞ്ഞു, ഇന്നിവിടെ സ്നാനം ചെയ്തിട്ടുള്ളവരിൽ എന്നെ കയറി പിടിച്ച ഒരുവനു മാത്രം മോക്ഷമുണ്ട്. അവന്റെ വിശ്വാസം കണ്ടില്ലേ? ഭഗവാന്റെ അരുളപ്പാടു കേട്ട ഭഗവതി അത് സമ്മതിച്ചു. പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഗംഗാസ്നാനം ചെയ്യുകയും വിശ്വനാഥനെ ദർശിച്ചു വണങ്ങുകയും ചെയ്യുന്നവർക്ക് സകല പാപങ്ങളും നീങ്ങിക്കിട്ടുക തന്നെ ചെയ്യും. ലോകൈകനാഥനായിരിക്കുന്ന ഭഗവാന്റെ കരസ്പർശത്തിനു ഭാഗ്യം സിദ്ധിച്ച ശങ്കരനു മോക്ഷം കിട്ടിയെന്നുള്ളതിന് സംശയമില്ലല്ലോ. കുറേ കാലം കഴിഞ്ഞപ്പോൾ ആഴുവാഞ്ചേരി മഠത്തിൽ സന്താനങ്ങൾക്ക് ദുരിതങ്ങളും കുടുംബത്തിന് ഐശ്വര്യക്കുറവും അനുഭവപ്പെട്ടു. ഇതിന്റെ കാരണമെന്തെന്നറിയാനായി തമ്പ്രാക്കൾ പാഴൂർ പടിപ്പുരയിൽ ആളെ അയച്ചു. പ്രശ്നം വെപ്പിച്ചു നോക്കി. കണിയാർ പ്രശ്നത്തിൽ കണ്ടത് ഇങ്ങനെ പറഞ്ഞു: ധാരാളം ഗോവധം ആ ഇല്ലവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു. വധകൃത്യം ചെയ്തത് മറ്റൊരാളാണെങ്കിലും തമ്പ്രാക്കൾ കൂടി അന്വേഷിച്ചിരുന്നെങ്കിൽ അതിനിടവരില്ലായിരുന്നു. വധകൃത്യം ചെയ്തയാൾ കാണും പാപം ലഭിച്ചതെങ്കിലും അതിൻ്റെ ഒരംശം തമ്പ്രാക്കളുടെ കുടുംബത്തെയും ബാധിച്ചിരിക്കുന്നു.
ഇതുനിമിത്തം സന്താനക്ഷയം, ഐശ്വര്യക്ഷയം, ആപത്തുകൾ മുതലായവ കാണുന്നു. ഈ ദോഷങ്ങൾ മാറിക്കിട്ടാൻ ആണ്ടുതോറും 7.5 മുറി പറമ്പുകളിൽ നിറച്ചു പയറ് വിതപ്പിക്കുകയും അത് വളർന്ന് പൂവും കായുമായി തീരുന്ന സമയത്ത് വേലിയെടുത്തു മാറ്റി കന്നുകാലികളെ കയറ്റി യഥേഷ്ടം തീറ്റിക്കുകയും വേണം. അങ്ങനെ കുറേ വർഷം ചെയ്താൽ സകല ദോഷങ്ങളും നീങ്ങി ശുഭം ഫലസിദ്ധിയുണ്ടാകും. തമ്പ്രാക്കൾ കണിയാന്റെ വിധിപ്രകാരം 3 കൊല്ലം ചെയ്തതോടെ സന്താനം, സമ്പത്തു തുടങ്ങി സകല ഐശ്വര്യങ്ങളും പൂർവാധികം വർദ്ധിച്ചു. അതികാൽ ആ പുണ്യകർമ്മം എല്ലാ വർഷവും മുടക്കാതെ ചെയ്യാൻ ഏർപ്പാടുണ്ടാക്കി. പശുക്കളെ വളർത്തിയാൽ എങ്ങനെയായാലും ഒടുവിൽ ദോഷങ്ങൾ ഉണ്ടാകുന്നുവെന്നു ബോധ്യപ്പെട്ടതിനാൽ മേലിൽ തങ്ങളുടെ ഇല്ലത്ത് പശുക്കളെ വളർത്തേണ്ടെന്നും ആളുവാഞ്ചേരി തമ്പ്രാക്കൾ നിശ്ചയിച്ചു. പശുക്കൾ ഉൾപ്പെടെ 10 കൂട്ടം കാര്യങ്ങളാണ് ആ ഇല്ലത്തുനിന്നും ഒഴിവാക്കിയത്.